ദുരിതമൊഴിയാതെ ആലപ്പുഴ AC റോഡ് മഴ കുറഞ്ഞിട്ടും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് വള്ളമിറക്കി ഇന്നലെ കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി. YS, അവിടെയുള്ള ജനങ്ങൾ എന്താണ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയിലാണോ അവർ? അനുജ, 2018 പ്രളയത്തിന് ശേഷം ഏറ്റവും വലിയൊരു വാഗ്ദാനമായിരുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ സമീപം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് AC റോഡ്. 2018 പ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 666.17 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു റോഡാണ്. ആ റോഡിലാണ് ഇപ്പോഴും വെള്ളം കയറുന്നത്. അന്ന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം പൊതുമരാമത്ത് മന്ത്രി G. സുധാകരനായിരുന്നു. അന്ന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം, LDF സർക്കാരിന്റെ വാഗ്ദാനം എന്നത് ഇനി എന്ത് വലിയ പ്രളയം ഉണ്ടായാലും എത്ര വലിയ വെള്ളക്കെട്ടുണ്ടെങ്കിലും AC റോഡിൽ വെള്ളം കയറില്ല. ഈ കുട്ടനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ്. പത്തനത്തിലേക്ക് വെള്ളം കയറില്ല എന്നതായിരുന്നു അന്നത്തെ വാഗ്ദാനം. പക്ഷേ അതിന് പൂർണ്ണമായും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മഴ മാറിയിട്ടും 2 ദിവസമായി ആലപ്പുഴ ജില്ലയിൽ പല ഭാഗങ്ങളിലും മഴയില്ല. മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോഴും വെള്ളക്കെട്ടിന് ഒരു പരിഹാരമില്ലാതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ കുട്ടനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളമിറക്കി ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 2018 പ്രളയത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു LDF സർക്കാരിന്റെ. അവിടേക്ക് വെള്ളം കയറില്ല എന്നുള്ള വാഗ്ദാനം പൂർണ്ണമായും ലംഘിച്ചു എന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ 24നോടൊപ്പം ചേരുന്നു. നിങ്ങൾ തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. വാഗ്ദാനം ലംഘിച്ചു എന്ന് ആരോപിച്ചാണ്. എന്താണ് പറയുന്നത്? ഈ റോഡിൽ ഒരു കാരണവശാലും വെള്ളമില്ല എന്നാണ് പറഞ്ഞത്. പ്രളയത്തിന് ശേഷം പ്രളയത്തിനെക്കാട്ടിൽ അന്നുണ്ടായിരുന്ന വാട്ടർ ലെവലിനെക്കാട്ടിൽ ഉയർത്തി നിർമ്മിച്ച റോഡാണെന്നാണ് അവകാശപ്പെട്ടത്. എന്നിട്ടും 2 വർഷം മുന്നേ വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ സമരമായിട്ട് രംഗത്ത് വന്നപ്പോൾ പത്രപ്രസ്താവന നടത്തി ഇനിയൊരിക്കലും വെള്ളം കയറിയില്ലെന്ന് പറയും. പക്ഷെ വീണ്ടും ഇത്തവണ വെള്ളം കയറി. ഇവിടെ മാത്രമല്ല, ആലപ്പുഴയ്ക്ക് ചങ്ങനാശ്ശേരിക്കും കിടങ്ങറായിക്കും ഇടയ്ക്ക് 4 സ്ഥലത്ത് കയറി. കിടങ്ങറായിക്കും മങ്കൊമ്പിനും ഇടയ്ക്ക് 3 സ്ഥലത്ത് വെള്ളം കയറി. ഈ വെള്ളക്കയറ്റ് ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുക AC റോഡിൽ. ഇതിനപ്പുറത്തോട്ടും വെള്ളം കയറി, വെള്ളം പൊങ്ങി വന്നപ്പോഴത്തേക്കും. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു 4 ദിവസത്തെ മഴ മാത്രമേ പെയ്തുള്ളൂ. ഈ 4 ദിവസം മഴ കിഴക്കൻ വെള്ളം വരികയോ ശക്തമായ ഒരു കിഴക്കൻ വെള്ളം എക്കലായിട്ട് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 4 ദിവസത്തെ മഴ കൊണ്ട് മാത്രമാണ് ഇവിടെ AC റോഡിൽ ഇത്രമാത്രം വെള്ളം കയറി എന്നുള്ളതാണ് വാസ്തവം. അതൊന്ന് ഈ അധികാരികൾ കണ്ടില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിന്റെ അകത്ത് AC റോഡിന്റെ അഴിമതി ഞങ്ങൾ തുറന്നു കാണിക്കും. അതുതന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നാട്ടുകാരും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. 666 കോടി രൂപ മുടക്കി സെമി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഏതാണ്ട് 26 പാലങ്ങൾ കടന്നു പോകുന്നുണ്ട്. 26 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ്. അവിടേക്കാണ് ഈ ദൃശ്യങ്ങൾ അടക്കം കാണുന്നത് പോലെ ഇവിടെ പുറംബണ്ടടക്കം കൃത്യമായി തന്നെ ശക്തമായി അത് പണിഞ്ഞതിന് ശേഷമായിരുന്നു ഇത്തരത്തിലേക്ക് റോഡ് നിർമ്മാണം അടക്കം ആരംഭിച്ചത്. പക്ഷേ അതൊന്നുമല്ല എന്നതാണ് വാസ്തവം. ഈ ദൃശ്യങ്ങളടക്കം പൂർണ്ണമായും വീട് വെള്ളത്തിനടിയിലാണ്. ഇവിടെയുള്ള ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ പ്രദേശമായ നെടുമുടി, മങ്കൊമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മഴയുടെ ശക്തി കുറഞ്ഞിട്ടും വെള്ളക്കെട്ടിന് പരിഹാരമാകാതെ ആലപ്പുഴ നിവാസികൾ ആലപ്പുഴയിലെ പല പ്രദേശങ്ങളും ഇത്തരത്തിലേക്ക് ഒറ്റപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. AC റോഡിലെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അനുജ, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ തത്സമയ കാഴ്ചകളാണ് YS അഭിനന്ദ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മഴ കുറഞ്ഞിട്ടും വെള്ളക്കെട്ടിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധം അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു.